മെഡിക്കൽ കോളേജുകളിലെ വീഴ്ച അടിക്കടി പതിവാകുമ്പോൾ ചികിത്സ തേടുകയാണ് ആരോഗ്യവകുപ്പും. മറ്റു മാർഗമില്ലാതെ പരിഹാരം തേടി മന്ത്രി നേരിട്ട് വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരാനിരിക്കുകയാണ്. മന്ത്രി അറിയാൻ ഒരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് ഇത് പനിക്കാലമാണ്. ഈ മാസം മാത്രം 10-ലേറെ പേരാണ് വിവിധ തരത്തിലുള്ള പനി ബാധിച്ച് മരിച്ചത്. എലിപ്പനിയും ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും വ്യാപകമാണ്. ആശുപത്രികളിലാകട്ടെ നല്ല തിരക്കും. ആരോഗ്യവകുപ്പ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചേ മതിയാകൂ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് അമൽ തേനമ്പറമ്പിൽ, കോഴിക്കോട്ട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് മുഹമ്മദ് ഷെയ്ദുമുണ്ട്. ആദ്യം അമലിലേക്ക് പോകാം. അമൽ, വലിയ തിരക്കാണ് ജനറൽ ആശുപത്രികളിലൊക്കെ. ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ പലതരത്തിലുള്ള പനിയുമായിട്ടാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് തന്നെ ചികിത്സ തേടാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ നടപടികളുണ്ട് ഈ പനിക്കാലത്ത്? ഉഷ്ണതരംഗത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പെയ്ത ശക്തമായ മഴയാണ് ഇപ്പോഴത്തെ പകർച്ചവ്യാധി വർധനവിന് കാരണമെന്ന് പറയുന്നത്. പനിക്കിടക്ക നിറയുന്ന അവസ്ഥ പല ആശുപത്രികളിലുമുണ്ട്. പ്രതിദിനം 6000-ന് മുകളിൽ രോഗികളാണ് പനിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നത്. മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട്. 33 മരണമാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പനി ബാധിച്ച് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പലവിധ പനികളും ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ പേരും ആശുപത്രികളിലേക്ക് ഇപ്പോൾ പനിയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് വൈറൽ പനികൾ ബാധിച്ചാണ്. ഈ മഴക്കാലത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം സംസ്ഥാനത്ത് പലയിടങ്ങളിലും പാളിയ അവസ്ഥയുണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ തോതിലുള്ള മാലിന്യ നിക്ഷേപം പലയിടങ്ങളിലുമായി ഉണ്ടായി. ഇതാണ് ഈ പകർച്ചവ്യാധി വ്യാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വെള്ളത്തിലിറങ്ങി ജോലി ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഡോക്സിസൈക്ലിൻ ഗുളികയടക്കം കഴിക്കണം എന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ 33 പേരുടെ മരണം 2 ആഴ്ചയ്ക്കിടെ റിപ്പോർട്ട് ചെയ്തതിനാൽ തന്നെ ശക്തമായ ജാഗ്രതയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആരോഗ്യവകുപ്പ് ഇന്ന് ഒരു അവലോകന യോഗം വിളിച്ചിട്ടുണ്ട്. പനിയുടെ വർധനവടക്കം ആ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും അടക്കം ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ആശുപത്രികൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനം ആണ് ഉള്ളത്. ഇനിയും കൂടുതൽ പനി ഇതുപോലെ തുടരുകയാണെങ്കിൽ ആശുപത്രിയിൽ പ്രത്യേക സംവിധാനം ഒരുക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മരുന്ന് ക്ഷാമം നിലവിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. തലസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട്ടേക്ക് കൂടി പോവുകയാണ്. ബീച്ച് ആശുപത്രിയിലാണ് ഷെയ്ദ്. ബീച്ച് ആശുപത്രിയിലൊക്കെ കോഴിക്കോട്ടും പലതരത്തിലുള്ള പനി ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട്. എത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെയൊക്കെ? അവിടെ എന്തെങ്കിലും നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ പനിക്കാലത്തെ നേരിടാൻ? അമീബിക് മസ്തിഷ്ക ജ്വരവും വെസ്റ്റ് നൈൽ പനിയുമാണ് കോഴിക്കോട് ജില്ല ഇപ്പോൾ നേരിടുന്ന ഭീഷണി. അതല്ലാതെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ പനികളുടെ വലിയ തോതിൽ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലാണുള്ളത്. അവിടെ രോഗികളുണ്ട്. പക്ഷേ പനി കൂടുതലായി ബാധിച്ച് ഇവിടെ ഡോക്ടറെ കാണാൻ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഒറ്റപ്പെട്ട പനി കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം സമാനം ഈ കാലയളവിലൊക്കെ വലിയ തോതിൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വേനൽ മഴയിലും മഴയുടെ തുടക്കകാലത്തിലൊക്കെ പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും കൊതുക് പെറ്റുവരികയും ആ രീതിയിലുള്ള പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അസാധാരണമായ രീതിയിലുള്ള നിരക്ക് വർധനവ്, എണ്ണത്തിലുള്ള വർധനവ് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ഒപ്പം തന്നെ ഗ്രൗണ്ടിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ കോളേജിലായാലും ബീച്ച് ആശുപത്രിയിൽ നിന്നുമൊക്കെ ആയാലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഈ വെസ്റ്റ് നൈൽ പനി ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. കോട്ടയം സ്വദേശി ഒരാൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരവും മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ ഒരു പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചിരുന്നു. സമാനമായ രോഗലക്ഷണങ്ങളുമായി 3 പേർ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അതായത് കേടായ മാലിന്യമുള്ള വെള്ളക്കെട്ടുകളിൽ കുളിക്കാനോ മറ്റോ ഇറങ്ങുന്ന സമയത്ത് ആണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്താനുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ ഇന്നലെ കോർപ്പറേഷൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ വലിയ തോതിൽ പനി കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്.